ഒരു സ്ത്രീ ചോദ്യം ചോദിച്ചാൽ ആ സ്ത്രീയുടെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് പകരം അവളുടെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്നത് ഒരു പുതിയ സംഭവമാണ്. അല്ല, കുരുവംശത്തിന്റെ കാലഘട്ടത്തിൽ, കുരുക്ഷേത്രമുണ്ടാകാൻ സാഹചര്യമൊരുക്കിയ കാലഘട്ടത്തിൽ ഇതുപോലെയൊക്കെ സംഭവിച്ചിരുന്നു. എന്നെ പണയം വയ്ക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം എന്ന് ചോദിച്ച ഒരു സ്ത്രീ മഹാഭാരതത്തിലുണ്ട്. ആ സ്ത്രീയുടെ പേരാണ് ദ്രൗപദി. യുധിഷ്ഠിരൻ തന്റെ ക്ഷത്രിയ ധർമ്മം പാലിക്കുവാൻ വേണ്ടി ചൂത് കളിക്കുകയും ചൂതുകളിയിൽ തോൽക്കുകയും തന്നെ പണയം വെക്കുകയും സഹോദരങ്ങളെ പണയം വെക്കുകയും രാജ്യവും പ്രജകളും സർവ ധന സമ്പത്തുകളും പണയം വെക്കുകയും ഒടുവിൽ ദ്രൗപദിയെ പണയം വെക്കുകയും ഒക്കെ ചെയ്ത് നമുക്കറിയാം. പണയവസ്തുവാക്കപ്പെട്ട ദ്രൗപദിയെ ദുശാസനൻ സഭയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരുമ്പോൾ ദ്രൗപദി ഒരു ചോദ്യം ചോദിച്ചിരുന്നു. സ്വയം പണയം വെച്ച യുധിഷ്ഠിരന് എന്നെ എങ്ങനെയാണ് പണയം വെക്കാൻ കഴിയുന്നത് എന്ന്. ദ്രൗപദിയുടെ ഈ ചോദ്യത്തിന് ഭീഷ്മരോ ദ്രോണരോ ധൃതരാഷ്ട്രരോ മറുപടി പറഞ്ഞില്ല എന്നുള്ളതാണ് മഹാഭാരതത്തിൽ നമ്മൾ വായിച്ച് അറിഞ്ഞിട്ടുള്ളത്. ദ്രൗപദി അപമാനിക്കപ്പെട്ടതുകൊണ്ടല്ല ദ്രൗപദിക്ക് ദിവ്യത്വം കൽപ്പിച്ചു നൽകുന്നത്. ദ്രൗപദി ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളത് കൊണ്ടാണ് ദ്രൗപദി ദിവ്യപ്പെടുന്നത്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലും ദ്രൗപദിമാരുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകളെ സമൂഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നമ്മൾ കാണുന്നതാണ്. സാമൂഹ്യ മാധ്യമ ഇടങ്ങളിലൊക്കെ പരസ്യ വിചാരണ ചെയ്യപ്പെടുന്ന ധാരാളം സ്ത്രീകളെ നമ്മൾ ദൈനംദിനം കാണുന്നുണ്ട്. അവൾ എന്തിനാണ് ആ ചോദ്യം ചോദിച്ചത്? അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരം. അവൾ എന്തിനാണ് അവിടെ പോയത്? അവൾ അവിടെ പോയത് കൊണ്ടല്ലേ അവൾക്ക് ഈ ചോദ്യം ചോദിക്കേണ്ടി വന്നത് എന്നുള്ള തരത്തിലുള്ള അപമാനിക്കപ്പെടലാണ് ചോദ്യം ചോദിക്കുന്ന സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നത്. ഒരിക്കലും അവളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയുമില്ല. ദ്രൗപദിയുടെ സമാന സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ പലയിടങ്ങളിലായിട്ട് സ്ത്രീകൾ നേരിടുന്നുണ്ട്. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും സ്ത്രീകൾ ഇങ്ങനെ അപമാനിക്കപ്പെടുന്നുണ്ട്. ചോദ്യം ചോദിച്ച സ്ത്രീയുടെ ചോദ്യത്തിന് ഒരിക്കലും ഉത്തരം കിട്ടാറില്ല. അവളുടെ സ്വഭാവം തന്നെയാണ് പിന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ദ്രൗപദിമാരെ സൃഷ്ടിക്കുന്നതിലല്ല, ദ്രൗപദിമാരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയുന്നതിലാണ് ധർമ്മവും ന്യായവും നീതിയുമൊക്കെ കുടികൊള്ളേണ്ടത്. കഥ പഴയതാണ്, പക്ഷേ ചോദ്യം ഇന്നത്തേതാണ്.